നമസ്കാരം. ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ലെന്ന ഇടതുമുന്നണി. വിശദമായ ചർച്ച പാർട്ടികളുടെ അവലോകന ശേഷം അവസരവാദ നിലപാട് സ്വീകരിക്കില്ലെന്നും കൺവീനർ. സംസ്ഥാന ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാട് പ്രതിഷേധിച്ച കേരള സർക്കാരും ചലച്ചിത്ര പ്രവർത്തകരും. വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം. നാഷണൽ ഹെറാൾഡ് കേസ് ഇഡി കുറ്റപത്രം നിലനിൽക്കില്ലെന്ന ഡൽഹി ഹൈക്കോടതി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആക്ഷേപം. BBC-ക്കെതിരെ നിയമ നടപടിയുമായി US പ്രസിഡന്റ്. $10 ബില്യൺ മാനനഷ്ട കേസ് ഫയൽ ചെയ്തെന്ന് ഡൊണാൾഡ് ട്രംപ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കലാശപ്പോരിൽ തൃശൂർ മാജിക് FC-ക്ക് എതിരാളി കണ്ണൂർ വാരിയേഴ്സ് FC. ഫൈനൽ വെള്ളിയാഴ്ച. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന CPI നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം. മുന്നണിയെ മുഖ്യമന്ത്രി വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന വിമർശനമാണ് യോഗത്തിൽ ഉണ്ടായത്. സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രി പല തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുകയാണ്. PM ശ്രീ അതിനുദാഹരണമാണ്. PM ശ്രീയും വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടും മുസ്ലിം ന്യൂനപക്ഷത്തെ LDF-ൽ നിന്ന് അകറ്റിയെന്നും CPI നേതൃയോഗം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള തോൽവിക്ക് കാരണമായി. ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ടായെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ LDF സർക്കാരിനെ CPI മുഖപത്രമായ ജനയുഗം വിമർശിച്ചിരുന്നു. ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമെന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലാണ് ജനയുഗം കടുത്ത വിമർശനമുയർത്തിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരണത്തിന് മുൻകൈ എടുക്കാൻ കോൺഗ്രസ്. LDF-ലെ അസ്വസ്ഥതകൾ മുതലെടുക്കാനാണ് നീക്കം. കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മാണി വിഭാഗത്തെ UDF-ൽ എത്തിച്ചാൽ ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കും. RJDയെ UDF-ൽ എത്തിക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈയുടെ ആത്മവിശ്വാസത്തിലാണ് UDF. വിജയത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ മുന്നണി വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാണ് മുന്നണി വിപുലീകരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. KPCC യോഗം ചേരും. അതിനു മുമ്പായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇതു സംബന്ധിച്ച തീരുമാനത്തിലേക്കെത്തും. ഈ യോഗത്തിലായിരിക്കും ഏതെല്ലാം കക്ഷികളെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താൻ മുൻകൈയെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേരള കോൺഗ്രസ് മാണി വിഭാഗവും RJDയും LDF-ൽ അസ്വസ്ഥരാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇരു കക്ഷികളും LDF-ൽ പൂർണ്ണമായി അവഗണിക്കപ്പെടുന്നുവെന്ന നിഗമനത്തിലാണ് UDF. നേരത്തെ UDF-ന്റെ ഭാഗമായിരുന്ന ഇരു വിഭാഗത്തെയും തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം. മുസ്ലിം ലീഗിന്റെ സഹായത്തോടെയായിരിക്കും മാണി വിഭാഗത്തെ തിരിച്ചെത്തിക്കുക. ജോസ് കെ മാണി കൂടെയുണ്ടെങ്കിൽ 100 സീറ്റെങ്കിലും UDF-ന് ലഭിക്കുമെന്നാണ് മുന്നണിയുടെ കാഴ്ചപ്പാട്. UDF-ന്റെ കാഴ്ചപ്പാടിനോട് ആഭിമുഖ്യമുള്ള എല്ലാ കക്ഷികളെയും ഒപ്പം ചേർക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് കേന്ദ്ര സർക്കാരിന്റെ ബോധപൂർവമായ ഇടപെടൽ മൂലമെന്ന് മന്ത്രി സജി ചെറിയാൻ. IFFK ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകളുടെ പ്രദർശനാനുമതി തടഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ബോധപൂർവമായ ഇടപെടലാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആദ്യം തന്നെ അനുമതി നിഷേധിച്ചു. 187 സിനിമയുടെ അപേക്ഷയാണ് കേന്ദ്രത്തിന് നൽകിയത്. അപേക്ഷ നൽകാൻ വൈകിയിരുന്നില്ല. 154 സിനിമകൾക്ക് ആദ്യം അനുമതി തന്നു. പിന്നീട് 4 സിനിമകൾക്ക് കൂടി അനുമതി ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമുക്ക് സെൻസർ എക്സെപ്ഷൻ വേണ്ട സിനിമകൾ ഏതെല്ലാമാണ് നിശ്ചയിച്ചിട്ട് ആ എക്സെപ്ഷൻ വേണ്ട സിനിമകൾ INB-ക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. 187 സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ കൊടുത്തത്. INB എന്ത് ചെയ്തു? ആ 187 സിനിമയുടെയും അനുമതി നിഷേധിച്ചു. ആദ്യം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഏത് സിനിമ അതിൽ സെൻസർ അംഗീകാരം പ്രത്യേകമായി ലഭിക്കേണ്ട സിനിമകൾ ചുരുക്കം ചിലത് കാണും. അത് ഉണ്ടെങ്കിൽ അത് വിശദാംശങ്ങൾ തരണമെന്ന് മാത്രം ആവശ്യപ്പെടാറുണ്ട്.
പക്ഷെ ആദ്യം തന്നെ എല്ലാ സിനിമയുടെ അനുമതി നിഷേധിച്ചു. കേന്ദ്ര സർക്കാർ ആരെയോ ഭയപ്പെടുകയാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് സിനിമകൾക്ക് അനുമതി നിഷേധിച്ചത്. മേളയെ തകർക്കാനുള്ള ശ്രമമാണിത്. അടുത്ത മേള നടക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് ദൌർഭാഗ്യകരമെന്ന് ശശി തരൂർ MP. ചിത്രങ്ങൾക്ക് അനുമതി കിട്ടാനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ എക്സ് പേജിലൂടെയാണ് ശശി തരൂരിന്റെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങി. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുക. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് റിപ്പോർട്ട് കൈമാറും. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നെന്ന ഊമക്കത്തിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസ് DGPയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കത്ത് കിട്ടിയതിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ അഭിഭാഷക അസോസിയേഷനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുയർന്നു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുമെന്നും മറ്റുള്ളവരെ വെറുതെ വിടുമെന്നും വിധിയെഴുതിയ ശേഷം ദിലീപിന്റെ അടുത്ത സുഹൃത്തിനെ കാണിച്ചു എന്നെല്ലാമായിരുന്നു ആരോപണം. ദിലീപിന്റെ കൊട്ടേഷൻ എന്ന വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ലെന്നാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി നഗ്നദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിലുള്ളത്. 6 പ്രതികളും ഈയൊരൊറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. തുടരന്വേഷണം വേണമെന്ന് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ശുപാർശയുണ്ടെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താനായില്ലെന്നാണ് വിശദീകരണം. പൾസർ സുനിയുടെയും കൂട്ടുപ്രതികളുടെയും കൃത്യത്തിനുമപ്പുറത്ത് മറ്റൊരു ഗൂഢാലോചനയുണ്ട് എന്നതിന് സൂചനകളൊന്നും ആദ്യഘട്ട റിപ്പോർട്ടിലില്ല. അതിനുശേഷമാണ് ഗൂഢാലോചനാവാദം നിരത്തി ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. രാജ്യതലസ്ഥാനത്തെയും അയൽ സംസ്ഥാനങ്ങളെയും വലച്ച് ശക്തമായ പുകമഞ്ഞ്. കാഴ്ചാപരിധി 0-മായി. ഡൽഹിയിലെ വ്യോമ റെയിൽ റോഡ് ഗതാഗതം താറുമാറായി. പുകമഞ്ഞിനെ തുടർന്ന് ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിൽ മധുരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കേറ്റു. എക്സ്പ്രസ് വേയിലെ മൈൽ സ്റ്റോൺ 127 സമീപം കനത്ത പുകമഞ്ഞിനെ തുടർന്നാണ് 7 ബസ്സുകളും 3 കാറുകളുമാണ് കൂട്ടിയിടിച്ചത്. കാഴ്ചപരിധി അങ്ങേയറ്റം കുറഞ്ഞതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. കൂട്ടിയിടിയെ തുടർന്ന് വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു. ഇത് മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. ഡൽഹിക്ക് പുറമെ ഹരിയാന, UP എന്നിവിടങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. മലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നടപ്പിലാക്കി. അതിശൈത്യത്തിലേക്കെത്തിയ ഡൽഹിയിൽ നിലവിലെ സ്ഥിതി കുറച്ചുനാൾ കൂടി ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാത്രി 14 ഡിഗ്രിയും പുലർച്ചെ 10 ഡിഗ്രിയുമാണ് ഡൽഹിയിലെ താപനില. ഇതോടൊപ്പമാണ് പുകമഞ്ഞും രൂക്ഷമായി തുടരുന്നത്. നാഷണൽ ഡെസ്ക് ജീവൻ. സർക്കാർ ചടങ്ങിനിടെ യുവതിയുടെ മുഖത്തുനിന്നും ഹിജാബ് മാറ്റാൻ ശ്രമിച്ച വിവാദത്തിലായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പറ്റ്നയിലെ ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഡോക്ടറുടെ ഹിജാബ് പിടിച്ച് വലിച്ചു താഴ്ത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഹിജാബ് ഊരിമാറ്റിയ സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മാപ്പു പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ അർഹതയില്ലെന്ന് RJDയും കോൺഗ്രസും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടേത് അത്യന്തം ഹീനവും ലജ്ജാവഹവുമായ പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പട്നയിൽ ആയുഷ് ഡോക്ടർമാർക്ക് നിയമന കത്ത് കൈമാറുന്ന ചടങ്ങിലായിരുന്നു നിതീഷ് കുമാർ വനിതാ ഡോക്ടറുടെ മുഖം കാണാൻ ഹിജാബ് ഊരിമാറ്റിയത്. ഹിജാബ് ഊരിമാറ്റാൻ ശ്രമിച്ച നിതീഷ് കുമാറിനെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി തടയുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. 10ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 1 മാസം പിന്നിടുമ്പോഴാണ് 74-കാരനായ JDU നേതാവിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തിയുണ്ടായത്. സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചതിന് പിന്നാലെ അദ്ദേഹം യുവതിയോട് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ആവശ്യത്തോട് എന്തെങ്കിലും തരത്തിൽ യുവതിക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നിതീഷ് കുമാർ അവരുടെ മുഖത്തുനിന്നും ബലമായി ഹിജാബ് പിടിച്ച് താഴേക്ക് വലിക്കുകയായിരുന്നു. ഇതോടെ യുവതിയുടെ മുഖം ഭാഗികമായി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ ചിലർ ചിരിക്കുന്നുണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി നിതീഷ് കുമാറിനെ തടയാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ.
രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച തുടരുന്നു. വ്യാപാരം ആരംഭിച്ചയുടനെ രൂപയുടെ മൂല്യം 90.82 എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി. തിങ്കളാഴ്ച വ്യാപാരത്തിനിടെ ഡോളർ ഒന്നിന് 90.80 നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്നെങ്കിലും അല്പം തിരിച്ചുകയറി 90.74 നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിന്റെ ഡിമാൻഡ് കൂടിയതും വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിൻവാങ്ങുന്നതും ഇന്ത്യ US വ്യാപാര ഇടപാടുകളിലെ അനിശ്ചിതത്വവുമാണ് തകർച്ചയുടെ പ്രധാന കാരണം. ഊഹക്കച്ചവടക്കാർ തുടർച്ചയായി ഡോളർ വാങ്ങിക്കൂട്ടുന്നതും രൂപയ്ക്ക് സമ്മർദ്ദമായി. ഇതോടെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യമിടിവ് നേരിട്ട കറൻസിയായി ഇന്ത്യൻ രൂപ. US-ഉമായുള്ള വ്യാപാര കരാറിലാണ് പ്രതീക്ഷ. വ്യക്തവും സുരക്ഷിതവുമായ കരാർ യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് വിപണിക്ക് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം RBIയുടെ നടപടി ഉണ്ടായില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ ഇനിയും ഇടിവുണ്ടായേക്കാം. നാഷണൽ ഡെസ്ക്, ജീവൻ. ജൂതമതസ്ഥർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആഹ്വാനവുമായി ലിയോ 14 മാർപ്പാപ്പ. സെമിറ്റിക് വിരുദ്ധ അക്രമങ്ങൾ മതിയാക്കാനും ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം തുടച്ചു നീക്കാനുമാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം തുടച്ചു നീക്കാൻ ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ സിഡ്നി ബീച്ചിൽ ജൂതമതസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡിസംബർ 14 സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണമുണ്ടായത്. 6 പേർ മരിച്ചതായും 40 പേർക്ക് പരിക്കുള്ളതായതുമാണ് ഒടുവിലത്തെ വിവരം. ജൂതമതസ്ഥരുടെ ആഘോഷ പരിപാടികൾക്കിടയിലായിരുന്നു വെടിവെപ്പുണ്ടായത്. വൈകുന്നേരം 6:30 വെടിവെപ്പുണ്ടായത്. CCTV ദൃശ്യങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച 2 പേർ വെടിയുതിർക്കുന്നത് കാണാം. നവേദ് അക്രം, പിതാവ് സാജിദ് അക്രം എന്നിവരാണ് ആക്രമണത്തിന് തുനിഞ്ഞതെന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നിരുന്നു. ഇവർ എത്തിയ വാഹനങ്ങളിൽ നിന്ന് ISISന്റെ കൊടികൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഇന്ന് വിജയ് ദിവസ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യം നേടിയ അഭിമാനകരമായ വിജയത്തിന്റെ ഓർമ്മ പുതുക്കലാണ് വിജയ് ദിവസ്. വെറും 13 ദിവസം കൊണ്ടാണ് ഇന്ത്യൻ സൈനികർ പാകിസ്ഥാനെതിരെ വിജയം നേടിയത്. ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിക്ക് ആ യുദ്ധം വഴിവെച്ചു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാക് സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ തുടങ്ങിയ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ നൽകിയ പിന്തുണയാണ് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത്. 1971 ഡിസംബർ 3 ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയായിരുന്നു യുദ്ധത്തിന്റെ തുടക്കം. ഇന്ത്യയുടെ സൈനിക കരുത്ത് വിളിച്ചോതിയ യുദ്ധമായിരുന്നു അത്. 1971 ഡിസംബർ 16 ഇന്ത്യൻ സൈന്യം ധാക്ക കീഴടക്കുന്നതുവരെ യുദ്ധം നീണ്ടു. പാകിസ്ഥാൻ സൈനിക കമാൻഡർ ജനറൽ ആമിർ അബ്ദുള്ള ഖാൻ യാസി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു അത്. ഏകദേശം 93,000 പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത്. ഈ വിജയത്തെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ധീരരായ ഇന്ത്യൻ സൈനികരുടെ രാജ്യത്തിനായുള്ള അർപ്പണബോധത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് വിജയ് ദിവസ്. ന്യൂസ് ഡെസ്ക്, ജീവൻ. അതിശൈത്യത്തിന്റെ പിടിയിൽ അമർന്ന് മൂന്നാർ. കുറഞ്ഞ താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസാണ് തിങ്കളാഴ്ച പുലർച്ചെ രേഖപ്പെടുത്തിയത്. സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിൽ രേഖപ്പെടുത്തിയത്. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, തെന്മല, ചിറ്റുവര, ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് താപനില 3 ഡിഗ്രി സെൽഷ്യസിലെത്തിയത്. പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയുണ്ടായി. ലക്ഷ്മി എസ്റ്റേറ്റിൽ 4 ഡിഗ്രിയും സെവൻമലയിൽ 5 ഡിഗ്രിയുമായിരുന്നു കുറഞ്ഞ താപനില. മഴ പൂർണ്ണമായി മാറിയതോടെ ഇനിയും തണുപ്പ് കുറയുമെന്നും 0 ഡിഗ്രിക്ക് താഴെ എത്തുമെന്നുമാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച താപനില 8 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നിരുന്നുവെങ്കിലും പിന്നീട് വർദ്ധിച്ചിരുന്നു. അതിനുശേഷം തിങ്കളാഴ്ച പുലർച്ചോടെയാണ് 3 ഡിഗ്രിയിലേക്ക് താഴ്ന്നത്. മൂന്നാറിലെ താപനില കുറഞ്ഞത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകിയിരിക്കുകയാണ്. തണുപ്പ് ആസ്വദിക്കുന്നതിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. വൈകിട്ടോടെ തണുപ്പെത്തുകയും പകൽ സമയത്ത് താപനില ഉയരുന്നതുമായ കാലാവസ്ഥ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. വയനാട് പച്ചിലക്കാട് പടിക്കംവയൽ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച 10 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ 10 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ആളുകൾ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്.
പനമരം പഞ്ചായത്തിലെ വാർഡ് 6, 7, 8, 14, 15, കണിയാമ്പറ്റ പഞ്ചായത്തിലെ 5, 6, 7, 19, 20 വാർഡുകളിലാണ് നിരോധനാജ്ഞയുള്ളത്. അതിനിടെ കടുവയെ കണ്ടെത്താനുള്ള ദൌത്യം തുടരുകയാണ്. പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിനടുത്ത വയലിൽ നിന്ന് കടുവയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ക്യാമറ ട്രാപ്പുകളും ലൈവ് ക്യാമറയും സ്ഥാപിച്ച് വനം വകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ RRT സംഘം ഡ്രോൺ പരിശോധന പുനരാരംഭിക്കും. 5 വയസ്സ് പ്രായം വരുന്ന വയനാട് വന്യജീവി സങ്കേതത്തിലെ 112 നമ്പർ കടുവയാണ് ജനവാസ മേഖലയിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞു. പടിക്കം വയൽ, ചുണ്ടക്കുന്ന് പ്രദേശങ്ങളിൽ വനം വകുപ്പ് പട്രോളിംഗ് തുടരുകയാണ്. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. കേസിൽ 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ഭരണകാലത്തെ ബോർഡ് അംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ SIT വിളിപ്പിക്കും. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് തന്ത്രിയുടെ മൊഴി. അതേസമയം ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് കോടതിയിൽ ഹാജരായത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പക്കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ഹൈക്കോടതി. അതേസമയം പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടുപോകരുതെന്നും ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ SIT തീരുമാനമെടുക്കുക. ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ 11-നാണ് പാലക്കാട് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ പിറ്റേന്നാണ് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയത്. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് കേരള ഫിലിം മാർക്കറ്റിന് തുടക്കമായി. തിരുവനന്തപുരം സൗത്ത് പാർക്ക് ഹോട്ടലിലാണ് ഒരുക്കിയിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗൊബ്രഗഡെ ഫിലിം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. ക്യൂറേറ്റർ ലീന ഗൊബ്രഗഡയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്രഷ്ടാക്കൾ ഒത്തുചേർന്ന കേരള ഫിലിം മാർക്കറ്റ് സാംസ്കാരിക അതിരുകൾ മറികടന്ന് സംവാദവും സഹകരണവും വളർത്തുന്ന സർഗാത്മക വേദിയാണെന്ന് ഡോക്ടർ രാജൻ ഗൊബ്രഗഡെ അഭിപ്രായപ്പെട്ടു. Honorable President of today's meeting, Shri Madhu sir, all distinguished stalwarts from the cinema world who are on the dais and all the delegates who have come from all over the country and also outside the country. Very good morning to all of you. It is our privilege that all of you have come looking at your interest, what you have been nourished for last 2-3 decades. KSFDC ചെയർമാൻ K. മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ TV ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. KSFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, സെക്രട്ടറി C. അജോയ്, നടൻ ഇർഷാദ്, KSFDC ബോർഡ് അംഗം ജിത്തു കൊളയാട്, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരുടെയും വ്യാവസായിക പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ മലയാള സിനിമയ്ക്കും മറ്റ് പ്രാദേശിക സിനിമകൾക്കും അന്താരാഷ്ട്ര വാണിജ്യ സാധ്യതകൾ തുറക്കുകയാണ് കേരള ഫിലിം മാർക്കറ്റിന്റെ ലക്ഷ്യം. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. പാർട്ടികളിലെ അവലോകനത്തിന് ശേഷം വിശദമായ ചർച്ച നടത്തും. അവസരവാദ നിലപാട് സ്വീകരിക്കില്ലെന്നും LDF കൺവീനർ വ്യക്തമാക്കി. വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അർത്ഥത്തിലാണ് നടത്തുക. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണ്ണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ റിവ്യൂവിന്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ യോഗം പോയിട്ടില്ല. അത് പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മലയാള ടെക്നീഷ്യൻസ് അസോസിയേഷൻ മാക്ടയുടെ പവലിയൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ തിയേറ്ററിന് പരിസരത്താണ് പവലിയൻ. പ്രശസ്ത സംവിധായകൻ TV ചന്ദ്രൻ, മാക്ട എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മധുപാൽ, വേണു ബി നായർ, ട്രഷറർ സജിൻ ലാൽ, രാജീവ് ആലുങ്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സിനിമയ്ക്ക് സൃഷ്ടിപരവും സാങ്കേതികപരവുമായ സംഭാവനകൾ നൽകുന്ന ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരെ മുൻനിരയിൽ കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ജോഷി മാത്യു പറഞ്ഞു. IFFK പൂർവാധികം ശക്തിയോടുകൂടി 30-ാം വർഷവും മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സിനിമകളൊക്കെ ഒന്നിനൊന്നിന് മെച്ചമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ട സിനിമയൊന്നും മോശമില്ല. പിന്നെ സംഘാടക മികവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് 2-3 ദിവസം കൂടെയൊക്കെ കഴിയണം. അതിനുശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. മാക്ടയുടെ സജീവമായ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ സഹോദര സംഘടനകളായ FFKയുടെയും അമ്മയുടെയും ഒക്കെ സഹകരണങ്ങളുണ്ട്. മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ചേംബർ, അങ്ങനെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ എല്ലാ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിനോദത്തിന് വേണ്ടിയല്ല, മാറ്റത്തിനു വേണ്ടിയാണ് സിനിമ നിർമ്മിക്കുന്നതെന്ന സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ കനേഡിയൻ സംവിധായിക കെല്ലി ഫൈഫെ മാർഷൽ പറഞ്ഞു. The events thus far, the opening ceremony was really great. Receiving the award has been an honor. I'm so excited for the rest of the festival, for the next. Literally, this, I would say that out of all the festivals that I've been to, this is one of my favorite festivals. Just the people, everyone has been so nice. ജീവൻ ടിവിയുടെ ഫെസ്റ്റിവൽ വില്ലേജ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആശ്വാസം. അറസ്റ്റ് ഉൾപ്പെടെ നടപടി പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വിവരം FIRൽ ഇല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. നാഷണൽ ഹെറാൾഡ് കേസിൽ നിലവിലെ FIRന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റോ വിചാരണയോ ഉൾപ്പെടെ യാതൊരു നടപടിയും എടുക്കാൻ പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവ്. FIRൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന വിവരങ്ങളൊന്നും തന്നെയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ നേരത്തെ രാഹുലിനും സോണിയയ്ക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വ്യവസായി കൂടിയായ സാം പിത്രോദയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. 5000 കോടിയുടെ തട്ടിപ്പെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. ജവഹർലാൽ നെഹ്റു 1938-ലാണ് പാർട്ടി മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത്. ഗാന്ധി കുടുംബാംഗങ്ങൾക്ക് 38% ഓഹരിയുള്ള യങ് ഇന്ത്യൻ എന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ 90 കോടിയിലധികം രൂപയുടെ കടം 50 ലക്ഷം രൂപയുടെ നാമമാത്ര തുകയ്ക്ക് ഏറ്റെടുത്തു എന്നാണ് കേസ്.
ഈ ഇടപാട് വഴി AJLന്റെ രാജ്യമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ നിയന്ത്രണം യങ് ഇന്ത്യ സ്വന്തമാക്കി. ഈ ആസ്തികൾക്ക് ഏകദേശം 2000 കോടി രൂപയോളം വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു. നാഷണൽ ഡെസ്ക്, ജീവൻ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. രണ്ടാം സെമിയിൽ മലപ്പുറം FCയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് തൃശൂർ കന്നി ഫൈനലിന് യോഗ്യത നേടിയത്. മാർക്കസ് ജോസഫ് ഹാട്രിക് സ്വന്തമാക്കി. മത്സരത്തിന്റെ 17ാം മിനിറ്റിൽ തൃശൂർ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് റോയ് കൃഷ്ണ പറത്തിയ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പോയി. തൊട്ടടുത്ത മിനിറ്റിൽ തൃശൂരിന്റെ ജിയാദ് ഒറ്റയ്ക്ക് മുന്നേറി നടത്തിയ ശ്രമവും ലക്ഷ്യത്തിലെത്തിയില്ല. 23ാം മിനിറ്റിൽ തൃശൂരിന്റെ 4 പ്രതിരോധക്കാർക്കിടയിൽ നിന്ന് മലപ്പുറത്തിന്റെ എൽഫോഴ്സിയുടെ കാലിൽ നിന്ന് പോയ മഴവിൽ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. തൃശൂർ ആദ്യ ഗോൾ നേടിയത് 26ാം മിനിറ്റിൽ. ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ലഭിച്ച ഫ്രീ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചത് മാർക്കസ് ജോസഫ്. പ്രതിരോധ മതിലിൽ നിന്ന് നിധിൻ മധുവിന്റെ ശരീരത്തിൽ തട്ടി ദിശ മാറിയാണ് പന്ത് മലപ്പുറത്തിന്റെ വലയിൽ കയറിയത്. മൊറോക്കോ താരം എൽഫോഴ്സിയുടെ ഫ്രീ കിക്കിലൂടെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് മലപ്പുറം സമനില നേടി. രണ്ടാം പകുതി തുടങ്ങി 1ാം മിനിറ്റിൽ തന്നെ മലപ്പുറത്തിന് മികച്ച അവസരം ലഭിച്ചു. യുവതാരം അഭിജിത്തിന്റെ പാസ് സ്വീകരിച്ച എയ്ത്തോർ ആന്റണിയർ തിരിച്ചുവിട്ട പന്ത് പോസ്റ്റിനെ തൊട്ടുരുമ്മി പുറത്തുപോയി. 65ാം മിനിറ്റിൽ മാർക്കസ് ജോസഫിന്റെ ബാക്ക് ഹീൽ പാസ് ഫൈസൽ അലി കരുത്തുറ്റ ഷോട്ടാക്കി മാറ്റിയെങ്കിലും മലപ്പുറത്തിന്റെ പോസ്റ്റിൽ നിന്ന് ഏറെ അകലെയായി. 84ാം മിനിറ്റിൽ തൃശൂർ 2ാം ഗോളും ഇഞ്ചുറി സമയത്ത് 3ാം ഗോളും മാർക്കസ് ജോസഫിലൂടെ മലപ്പുറത്തിന്റെ വലയിലെത്തിച്ചു. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഡിസംബർ 19 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ലെന്ന ഇടതുമുന്നണി. വിശദമായ ചർച്ച പാർട്ടികളുടെ അവലോകന ശേഷം അവസരവാദ നിലപാട് സ്വീകരിക്കില്ലെന്നും കൺവീനർ. സംസ്ഥാന ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാട് പ്രതിഷേധിച്ച് കേരള സർക്കാരും ചലച്ചിത്ര പ്രവർത്തകരും. വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം. നാഷണൽ ഹെറാൾഡ് കേസ് ED കുറ്റപത്രം നിലനിൽക്കില്ലെന്ന ഡൽഹി ഹൈക്കോടതി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആക്ഷേപം. BBC-ക്കെതിരെ നിയമ നടപടിയുമായി US പ്രസിഡന്റ്. $10 ബില്യൺ മാനനഷ്ട കേസ് ഫയൽ ചെയ്തെന്ന് ഡൊണാൾഡ് ട്രംപ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കലാശപ്പോരിൽ തൃശൂർ മാജിക് FCക്കെതിരാളി കണ്ണൂർ വാരിയേഴ്സ് FC. ഫൈനൽ വെള്ളിയാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.